ഹലോ, ഹായ്. വി ആർ കിട്ടി എന്നൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹാഷിം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് കണ്ടൊരു ഇൻസിഡൻറ്റ്, അതായത് ഇന്ന് രാവിലെ വരുമ്പം, അതായത് പുതിയപാട് എത്തുന്നതിന് മുമ്പ്, അത് മിംസിൻ്റെ പുതിയപാടിന് അടുത്തുള്ള ഒരു ഷോറൂം ഉണ്ട്. കാറിൻ്റെ ഷോറൂമാണ്. ആ ഷോറൂമിൻ്റെ അടുത്തൊരു പട്ടിക്കുട്ടി മരിച്ചെടുക്കുന്നതായിരുന്നു. അത് സംബന്ധിച്ചാൽ മരിച്ചെന്നല്ല, കൊന്നു തന്നെ പറയാം. ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാണ്. ആ റോഡിൻ്റെ സൈഡിലായിരുന്നപ്പോൾ സംബന്ധിച്ച് അത് ഒരാൾ പോലും അതിനെ തിരിഞ്ഞു നോക്കി. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സംബന്ധിച്ചാൽ ആര് തട്ടിയായാലും സംബന്ധിച്ചാൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പല ആളുകളും പല തിരക്കുകളും പോകുന്നതാണ്. ശരിയാണ്, നമ്മൾ യാത്ര എല്ലാവരും ഒരു ജേണിയാണ്. ഇപ്പോൾ ഓരോ പല ആവശ്യം, ഇപ്പോൾ പല എന്താ പറയുക, ചില ആളുകൾ വെറുതെ പോകുന്നവരുണ്ട്, ചില അത്യാവശ്യം പോകുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഈ റോഡിലും മിണ്ടാപ്രാണികളുണ്ടല്ലോ, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവർക്കൊരു സ്പേസ് നമ്മൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ നമ്മളും കൊടുക്കണം എന്നാണ് പറയുന്നത്. സംബന്ധിച്ച് നിങ്ങൾ ഈ തിരക്കൂട്ടി ഈ കാറിലായാലും ബൈക്കിലായാലും ബസ്സിലായാലും പല വാഹനത്തിലും പോകുമ്പോൾ നിങ്ങൾ ഇവരെ മറ്റുള്ള വാഹനങ്ങൾ ഓവർകം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മിണ്ടാപ്രാണികളാണ് ഇതിൽ മരിച്ചു പോകുന്നത്. എനിക്കതിൽ സങ്കടം തോന്നി. ഞാൻ ഇതൊക്കെ പറയുന്നതല്ല, ഞാൻ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തിലാണ് ഞാൻ എൻ്റെ യാത്ര തുറന്നത്. സോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അത് ആര് ചെയ്തതായാലും ഭയങ്കര മോശമായിപ്പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സംബന്ധിച്ചാൽ അത് വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി. എനിക്ക് അതിനെ തുടങ്ങാൻ പറഞ്ഞു ഞങ്ങളതിൽ. പക്ഷെ ഞാൻ പറയും, ഞാനതിനെ മാറ്റി കിടത്തിയ അവസാനം അങ്ങനെ അതൊക്കെ എനിക്ക് അതിന് വല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി. സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞപ്പം എല്ലാവരും പറയുന്നത് മനുഷ്യൻ്റെ ജീവനം വല്ല പുല്ല് വില എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മിണ്ടാപ്പങ്ങളുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ചോദിക്കാൻ പറഞ്ഞ ആരില്ല വെച്ചിട്ട് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ആര് ചെയ്തതായാലും, ആ മിണ്ടാപ്രാണി ആര് വണ്ടി തട്ടിച്ച് ഇതായതായാലും ഭയങ്കര മോശമായിപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ചിലർക്ക് പറയാം മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും തിരക്കൂടി പോകുന്നതാണ് പലവിടെ. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷമല്ല, എല്ലാ വർഷവും ഞാൻ എല്ലാ സമയത്തും കാണാറുണ്ട്. മഴക്കാല സമയത്ത് ഇതുപോലെ കുറേ കുഞ്ഞു ജീവികൾ, ഇപ്പം കാക്കുട്ടികളുണ്ടാവും, അതിൽ എന്താ പറയുക, പൂച്ചക്കുട്ടികളുണ്ടാവും, എലികളുണ്ടാവും, നായ്ക്കുട്ടികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നായ ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള നായയാണ്. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ നിങ്ങളത് ആര് ചെയ്തതായാലും നിങ്ങളതാണ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളത് ആ സമയത്ത് നിങ്ങൾ തട്ടി കഴിഞ്ഞ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അത് മാറ്റി കിടത്തി പോകേണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. അതിന് ചെയ്യുന്ന വലിയൊരു സഹായമായിരുന്നു ഇത്. പക്ഷേ വേറെ വണ്ടികൾ കയറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് വണ്ടികൾ പോയിക്കൊണ്ടൊക്കെയായിരുന്നു. അത് ആ സമയത്ത് ബൈക്കും കാറും ബസ്സും ഒക്കെ അതിൽ ട്രാവൽ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോലും അതിനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എനിക്കതിനെ മാറ്റിക്കിടത്തി ഞാൻ യാത്ര തുടർന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ കൊണ്ട് ഷെയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ നായ്ക്കൾ മുമ്പിൽ ചാടും. ശരിയാണ്.